ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദുർഗയെ കാണുമ്പോ എന്തൊക്കെയോ പ്രത്യേകതകൾ എനിക്ക് തോന്നാറുണ്ട്. ഓരോ കാര്യങ്ങളും എത്ര ഭംഗിയായിട്ടാ ദുർഗ കൈകാര്യം ചെയ്യുന്ന. ഇതൊക്കെ കല്യാണിക്ക് വെറുതെ തോന്നുന്നതാ. ശരി, സമ്മതിച്ചു. പക്ഷെ ദുർഗയുടെ കഥ എന്നോട് പറഞ്ഞൂടെ? എന്റെ കഥയോ? അതിൽ സ്പെഷ്യൽ ഒന്നും ഇല്ല കല്യാണി. അങ്ങനെ പറയരുത്. അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത. എല്ലാരും നോക്കിക്കോ. 1 2 3. സൂപ്പർ. ഇതെന്തോന്ന് മാജിക്ക്? ഇതിന് കൈയടിക്കാൻ മാത്രം ഒന്നുമില്ല. ഇത് വെറും ഉടായ്പ്, വെറും ഉടായ്പ്. അത്രയ്ക്ക് വലിയ മാജിക്കാരിയാണെങ്കിലേ ഞാൻ എടുത്തു തരുന്ന ടൂൾസ് വെച്ച് മാജിക് ചെയ്യും. പറ്റുമോ? ഇത് വെച്ച് കാണിക്കും. കാണിക്കും. ഇത് കണ്ടോ? ഇതൊരു സ്റ്റിക്കല്ലേ? ഇത് വെച്ചൊരു മാജിക് കാണണോ? ചുമ്മാ ദേ നോക്കിക്കോ. അടിപൊളി. ഹായ്. ഒരു മിനിറ്റ്. ഹലോ. കൊള്ളാം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ദേ നോക്കി. അതെ, ഈ മാജിക്കൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത മാജിക്കാ. ഇല്ലില്ല, ഇന്ന് ഫ്രീ ആകാൻ വൈകുന്നേരം ആവും. സ്കൂളിലെ ക്രിസ്മസ് ഫംഗ്ഷനാ. നാളെ കണ്ടാ മതിയോ? അപ്പൊ ഞാൻ നാളെ രാവിലെ വിളിക്കാം. ആ ശരി എന്നാ. എന്താണ് മഹി, ബോറടിച്ചിട്ട് സ്കൂളൊക്കെ ചുറ്റി കാണാൻ ഇറങ്ങിയതാണോ? ഹേ, അങ്ങനെയൊന്നുമില്ല. ബോറടിയില്ല. ആ, നല്ല സ്കൂള്, എനിക്കിഷ്ടായി. അല്ല, കിരണ് ഇതല്ലാതെ വേറെന്താ പരിപാടി? വേറെ പരിപാടിയൊന്നുമില്ല. നല്ല ജോലി, കാണാൻ അത്യാവശ്യം സൗന്ദര്യം, വിവാഹപ്രായമായി. ആരെയും നോക്കുന്നില്ലേ? അല്ല, വിവാഹത്തിന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. അല്പം താമസിച്ചാലും മനസ്സിനിണങ്ങിയ ആളെ തന്നെ കിട്ടണമല്ലോ. തെറ്റായ ലൈഫ് പാർട്ണറെ ജീവിതത്തിലേക്ക് വിളിച്ചു കയറ്റി എന്തിനാ വെറുതെ രണ്ടുപേരുടെയും ജീവിതം കളയുന്നത്? അത് ശരിയാ. കിരണ് ലവറൊന്നുമില്ലേ? ആ, അല്ല, വേറൊന്നും കൊണ്ടല്ല, വെറുതെ ഒന്ന് അറിയാൻ. അങ്ങനെ പറയാൻ മാത്രമുള്ള ലവറൊന്നുമില്ല. പക്ഷേ എനിക്കൊരാളെ ഇഷ്ടമാ. ഇഷ്ടമെന്ന് പറഞ്ഞാ ഭയങ്കര ഇഷ്ടം. ഞാനിതുവരെ ആളോട് പറഞ്ഞിട്ടില്ല, പക്ഷെ പറയണം. ആരാ കക്ഷി? ഇവിടെ അടുത്തുള്ളതാണോ? അതൊക്കെ ഞാൻ വേറൊരു ദിവസം പറയാം. പറഞ്ഞിട്ട് ചിലപ്പോ നടന്നില്ലെങ്കിലോ? അല്ല, എന്റെ ഒരു സമാധാനത്തിന് ആരാണെന്നെങ്കിലും പറഞ്ഞൂടെ? ഞാനൊരാളെ സ്നേഹിക്കുന്നതിന് തനിക്കെന്തിനാ സമാധാനക്കേട്? അങ്ങനെയൊന്നുമില്ല, എന്നാലും ഒന്ന് അറിയാൻ വേണ്ടി. അതിന് അയാളോട് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അയാളുടേത്. ചില പ്രശ്നങ്ങളൊക്കെ അവളുടെ ജീവിതത്തിലുണ്ട്. അതൊക്കെ പരിഹരിച്ചു വേണം എനിക്ക് എന്റെ ഇഷ്ടം പറയാൻ. അല്ല, അയാൾ എന്താ ചെയ്യുന്നേ? ജോലി വല്ലതും? ഇതിപ്പോ മഹിയന്റെ എന്നെല്ലാം ചോദിച്ചറിയല്ലോ. ഞാൻ വെറുതെ. ഞാൻ കരുതി ഈ സംസാരവും പെരുമാറ്റമൊക്കെ വെച്ച് ഇതിനകം തന്നെ മഹി ആളെ മനസ്സിലാക്കി കാണുമെന്നാ. അപ്പൊ ഉറപ്പായി കിരണിന്റെ മനസ്സിലെ പെൺകുട്ടി ചിന്നു തന്നെയാ. മഹി എന്താ ആലോചിക്കുന്നേ?
ഒന്നുമില്ല. എനിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്ത്? അത് പോട്ടെ. കിരണിന്റെ മനസ്സിലെ ഇഷ്ടം തുറന്നു പറയട്ടോ. അയാൾക്കും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. സമയം വരട്ടെ, പറയാം. അല്ല, മഹിക്കാരോടും ഇഷ്ടം തോന്നിട്ടില്ല? ഓ ഇല്ല. എന്തിനാ വെറുതെ? മഹി ഒരുപാട് പൊസസീവ് ആണല്ലേ ചിന്നുവിന്റെ കാര്യത്തില്? അങ്ങനെയൊന്നുമില്ല. അതെന്താ അങ്ങനെ ചോദിച്ചത്? എനിക്കങ്ങനെ തോന്നി. തോന്നിയതായിരിക്കും. ഞാനും ചിന്നും നല്ല കൂട്ടാ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അവള് പറഞ്ഞത് ശരിയാ. എന്നെക്കാളും എന്തുകൊണ്ട് യോഗ്യൻ കിരണ. അവന് 6 അടി പൊക്കമുണ്ട്. പൊക്കത്തിലും സൗന്ദര്യത്തിലും ഇവൻ തന്നെ മികച്ചത്. ദുർഗ, ഹായ് ദുർഗേ. ആ ആ വാ കല്യാണി. കല്യാണിക്ക് ഇവിടേക്ക് ഇഷ്ടായോ? പിന്നെ ഒരുപാട് ഇഷ്ടായി. സത്യം പറഞ്ഞ ദുർഗ എനിക്കൊരു അത്ഭുതമായിട്ടാ തോന്നുന്നേ. അതെന്താ അങ്ങനെ? ഞാനും നിന്നെ പോലെ ഒരു സാധാരണ പെൺകുട്ടിയല്ലേ? അല്ല, ദുർഗയെ കാണുമ്പോ എന്തൊക്കെയോ പ്രത്യേകതകൾ എനിക്ക് തോന്നാറുണ്ട്. ഓരോ കാര്യങ്ങളും എത്ര ഭംഗിയായിട്ടാ ദുർഗ കൈകാര്യം ചെയ്യുന്ന. ഇതൊക്കെ കല്യാണിക്ക് വെറുതെ തോന്നുന്നതാ. ശരി, സമ്മതിച്ചു. പക്ഷെ ദുർഗയുടെ കഥ എന്നോട് പറഞ്ഞൂടെ? എന്റെ കഥയോ? അതിൽ സ്പെഷ്യൽ ഒന്നും ഇല്ല കല്യാണി. അങ്ങനെ പറയരുത്. അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. പറ പ്ലീസ്. ശരി, പറയാം. ഇപ്പോഴല്ല, പിന്നെ. അതുപോരാ, എനിക്ക് ഇപ്പൊ തന്നെ കേക്കണം. ഇപ്പൊ പറഞ്ഞ മുഴുവൻ പറയാൻ പറ്റില്ലല്ലോ. ഞാനേ ഇതൊക്കെ ഒന്ന് കുട്ടികൾ കൊണ്ട് കൊടുക്കട്ടെ. ഒന്ന് അറിയുമോ? അതെ, സത്യമായിട്ടും എനിക്കങ്ങനെ പൊസസീവ്നെസ് ഒന്നും ഇല്ല കേട്ടോ. മഹി ഇതുവരെ അത് വിട്ടില്ലേ? ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, എന്തെങ്കിലും ആ രീതിയിൽ തോന്നിയിട്ടായിരിക്കുമല്ലോ കിരൺ അങ്ങനെ പറഞ്ഞത്. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇപ്പോ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? അതൊരു പരിധിവരെ നല്ലതല്ലേ? ഇഷ്ടമാണല്ലേ ചിന്നുവിനെ? അങ്ങനെയൊന്നുമില്ല.